ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ്. തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 2-ാം വാക്യം. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക എന്ന വാക്യമാണ്. നാം ചെയ്യേണ്ട ആഴമേറിയ ഒരു വസ്തുതയെക്കുറിച്ചാണ് പൗലോസ് തീമോത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ ദീർഘക്ഷമയോടെ ശാസിക്കുന്നവരായി തീരണം എന്നുള്ള പദമാണ്. ഒരിക്കലും ശിക്ഷിക്കപ്പെടുന്നവൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല, അതവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാകുന്നു എന്ന് നാം അറിയുന്നത് പോലെ ഒരു വ്യക്തിയെ നാം ശാസിക്കുമ്പോൾ ആ മനുഷ്യൻ്റെ നാശത്തിനോ നമ്മിൽ നിന്നുള്ള അകലത്തിനോ ദൈവത്തിങ്കൽ നിന്നുള്ള അകന്നു പോകുന്നതിനും വേണ്ടി കൂടിയല്ല ആ ശാസന കൊണ്ട് അവൻ നമ്മിലേക്ക്, അവൻ ദൈവത്തിങ്കലേക്കും അടുത്തു വരുവാൻ കാരണമായി തീരണമെങ്കിൽ ദീർഘമായ ക്ഷമയോടുകൂടി ശാസിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ള പ്രസ്താവന കൂടിയാണ്. സദൃശ്യവാക്യത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ 1-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറയുന്നു, എൻ്റെ ശാസനയ്ക്ക് തിരിഞ്ഞുകൊള്ളുവീൻ, ഞാൻ എൻ്റെ മനസ്സ് നിങ്ങൾക്ക് പൊഴിച്ചു തരും എന്നാണ്. നീതിമാൻ്റെ ശാസന അത് നിൻ്റെ തലയ്ക്ക് എണ്ണയാണ്, അത് നിനക്ക് നന്മയാണ്, അത് നിനക്ക് അനുഗ്രഹവുമാണ് എന്നുള്ള പ്രസ്താവന കൂടിയാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, മകനെ, യഹോവയുടെ ശിക്ഷയെ നിരസിക്കരുത്, അവൻ്റെ ശാസനയെങ്കിലും മുഷിയുകയും അരുത്. നിന്നെ ശാസിക്കുന്നത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും എന്ന് ഓർത്തുകൊള്ളുക. നീ അതുകൊണ്ട് അതിനെ നിരസിക്കുവാൻ പാടില്ല, അത് നിമിത്തം നീ മുഷിയുകയും ചെയ്യാൻ പാടില്ല. നിൻ്റെ നന്മയ്ക്ക് എന്ന് ഓർത്തുകൊണ്ടും നീ അതിനെ സ്വീകരിപ്പാൻ ഇടയായി തീരണമെന്നും പ്രസ്താവന കൂടിയാണിത്. 24-ാം അധ്യായം 25-ാം വാക്യത്തിലും വരുമ്പോൾ അവനെ ശാസിക്കുന്നവർക്ക് നന്മയുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുന്ന പദമാണ്. ചില വ്യക്തികളെ അടിയന്തരമായി നാം ശാസിക്കണമെന്നും അതുകൊണ്ട് അത് നമുക്കും നന്മയ്ക്ക് മാത്രം കാരണമായി തീരുകയുള്ളൂ എന്നും ഓർമ്മപ്പെടുത്തുന്ന പ്രസ്താവനയാണ്. 28-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യത്തിൽ പോകുമ്പോൾ ചക്കരവാക്ക് പറയുന്നതിനേക്കാൾ ശാസിക്കുന്നവനും പിന്നീട് പ്രീതി ലഭിക്കും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്ത് തിന്മ ചെയ്യുമ്പോഴും എന്ത് തെറ്റ് ചെയ്താലും ചക്കരവാക്കുകൾ പറഞ്ഞ് അവരെ കൂടെ നിർത്തിയാൽ അവരുടെ സ്നേഹം താൽക്കാലികമായി ലഭിച്ചെന്ന് വരാം. അതുപോലെ തന്നെ തെറ്റുകളെ ചൂണ്ടിക്കാട്ടുകയോ ശാസിക്കുകയോ ചെയ്യുമ്പോൾ അത് പിന്നത്തേതിലാണ് പ്രീതി ഉണ്ടാകുന്നതെന്നും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ആകയാൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ദീർഘക്ഷമയോട് നാം ശാസിക്കേണ്ടതിന്, അത് മറ്റുള്ളവർക്ക് നന്മയ്ക്ക് അനുഗ്രഹത്തിനും കാരണമായി തീരേണ്ടതിനും നമ്മൾ ഉത്സാഹിക്കുന്നവരായി തീരണം. മറ്റുള്ളവരോടും നിങ്ങൾ ദീർഘക്ഷമയോട് ശാസിക്കണമെന്ന് പ്രബോധിപ്പിക്കുന്നവരുമായി തീരണം. അതിന് സർവ്വകൃപാലുവായ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ കർത്താവേ, അനുഗ്രഹമായ നല്ല സന്ദർഭത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ദീർഘക്ഷമയോടെ മറ്റുള്ളവരെ ശാസിക്കുന്നവരും ദീർഘക്ഷമയോടെ മറ്റുള്ളവരെ ശാസിക്കുന്നവർ പ്രബോധിപ്പിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ദൈവം ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നുണ്ട്. സ്തോത്രം. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.